ലോക്സഭയിലെ സീറ്റെണ്ണം 850 ഉയർത്തി വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് നാളെ പാർലമെന്റിൽ. മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വനിതാ സംവരണം നടപ്പാക്കുന്നതിന് കടുത്ത എതിർപ്പാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇന്ത്യ സഖ്യ നേതാക്കൾ ഇന്ന് യോഗം ചേരും. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എംപിമാരുടെ യോഗം വിളിച്ചു. ബില്ലിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. PR അരവിന്ദ് വിവരങ്ങളും ചേരുന്നു. അരവിന്ദ്, ഒന്നാമത്തെ കാര്യം 2026 സെൻസസ് പ്രകാരം എന്ന വ്യവസ്ഥ മാറ്റി 2011 പ്രകാരം തന്നെയാക്കി. ഇത്ര പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിന് മതിയായ ചർച്ചകളില്ല. നാളെ പാർലമെന്റ് സമ്മേളനം, എംപിമാർക്ക് ഇന്നോ ഇന്നലെയോ ആയി ആ ബില്ല് വിതരണം ചെയ്യൽ. മാത്രമല്ല, ഈ ദക്ഷിണേന്ത്യൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ സീറ്റ് അന്തരത്തിലെ വലിയ ആശങ്ക, ഒരുപാട് ഗ്രേ ഏരിയാസ്, കൺഫ്യൂഷൻസ് ഇപ്പോഴും ബാക്കി നിൽപ്പാണ്. അരവിന്ദ്, ലക്ഷ്മി, കൃത്യമായ ആശങ്കകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ നാളെ ഈ ബില്ല് ലോക്സഭയിലേക്ക് കൊണ്ടുവരുന്നത്. ബില്ല് പാസാക്കി അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാരിന് ഈ ബില്ലുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം ബില്ല് പാസാക്കണമെങ്കിൽ ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും കേന്ദ്ര സർക്കാരിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട് ഈ ബില്ലുകൾ പാസാക്കുന്നതിൽ നിർണായകമായും. എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യം ചർച്ച ചെയ്യാനാണ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗം ചേരുന്നത്. നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചത് തങ്ങൾ വനിതാ സംവരണത്തിനെതിരല്ല, മറിച്ച് മണ്ഡല പുനർനിർണ്ണയം അടക്കമുള്ള വ്യവസ്ഥകൾ ഇതുമായി ബന്ധിപ്പിക്കുന്നതിലാണ് ആശങ്ക തുടരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു വേളയാണ്. തിടുക്കപ്പെട്ടുകൊണ്ട് ഇത് കൊണ്ടുവന്നത് തീർത്തും ദുരുദ്ദേശമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കൃത്യമായി മണ്ഡല പുനർനിർണ്ണയം, ഈ ഡീലിമിറ്റേഷൻ ബില്ലിനെ എതിർക്കുവാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്ക് ചേരുന്ന യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തീരുമാനം പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കും. അതേസമയം ആശങ്കകൾ വേണ്ട എന്നതാണ് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ പ്രാധാന്യം നഷ്ടപ്പെടുമെന്നത് പ്രചാരണങ്ങൾ മാത്രമാണ്. കൃത്യമായ ആസൂത്രണവും അതുപോലെ തന്നെ പദ്ധതികളടക്കം നടപ്പിലാക്കി മാത്രമായിരിക്കും ഇതുമായി മുന്നോട്ട് പോവുക എന്നതാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നുണയനാണ്, മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ തെറ്റിക്കുന്നതാണ് പ്രധാനമന്ത്രി നടത്തുന്നതടക്കമുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് ശക്തമാക്കിക്കഴിഞ്ഞു. ആശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.